നിശബ്ദതയ്ക്ക് പോലും ശബ്ദമുണ്ടാകുന്നൊരു രാത്രി. ചിരികളുടെയും ലൈറ്റുകളുടെയും പിന്നിൽ മറഞ്ഞ ഒരു ഇരുട്ട്. അവിടെ ഓരോ പുഞ്ചിരിയും ഒരു മുഖം മൂടി, ഓരോ കണ്ണിലും ഒരു രഹസ്യം. ആ രാത്രിയിൽ ഒരു വേട്ട തുടങ്ങി. പക്ഷേ ആരാണ് വേട്ടക്കാരൻ, ആരാണിര? വെൽക്കം ടു അവർ സ്റ്റോറി, നിലാവിൻ്റെ ചാരൻ, എ സിംഗിൾ പാർട്ട് സ്റ്റോറി. നിശബ്ദതയും സംഗീതവും ചേർന്ന ഒരു രാത്രി. വില കൂടിയ ലൈറ്റുകൾ കൊണ്ട് മിനുങ്ങുന്ന ആ വലിയ പാർട്ടി ഹാൾ. ക്രിസ്റ്റൽ ചാങ്ലിയേഴ്സ് താഴേക്ക് തൂങ്ങി നിൽക്കുന്നു, ഓരോ ലൈറ്റും കണ്ണിനെ കവർന്നു പിടിക്കുന്നത് പോലെ. അവിടെ ചിരികളും വൈൻ ഗ്ലാസുകളുടെ ശബ്ദവും കുറുക്കി പറഞ്ഞ രഹസ്യ സംഭാഷണങ്ങളും. എന്നാൽ ആ പ്രകാശത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും പിന്നിൽ ആരും കാണാത്തൊരിരുട്ടുണ്ടായിരുന്നു. ആ ഇരുട്ടിനുള്ളിൽ ഒരു മനുഷ്യൻ, കറുത്ത സ്യൂട്ടിൽ, മുഖത്തിൻ്റെ പകുതി നിഴലിൽ മറഞ്ഞ്, കണ്ണുകളിൽ കണക്കൂട്ടലുകൾ മാത്രം. അവൻ സാധാരണ ഒരാളല്ലായിരുന്നു, അവൻ ഒരു സ്പൈ ആയിരുന്നു. അവൻ്റെ വിരൽ കോളറിൽ ഒളിപ്പിച്ചിരുന്ന ചെറിയ ഉപകരണത്തിൽ സ്പർശിച്ചു. ടാർഗറ്റ് കൺഫേംഡ്. അവൻ്റെ ഉള്ളിലെ ശബ്ദം ശാന്തമായിരുന്നു, പക്ഷേ അതിൻ്റെ അടിയിൽ ഒരു സമ്മർദ്ദമുണ്ടായിരുന്നു. ഇന്നത്തെ രാത്രി ഒരു ചെറിയ പിഴവിനും അവസരമില്ല. കാരണം അവൻ്റെ ലക്ഷ്യം ഒരു ഫയൽ, ഒരു സത്യം, ഒരുപാട് പേരുടെ ജീവിതം മാറ്റാൻ പോകുന്ന ഒരു രഹസ്യം. അവൻ ആളുകൾക്കിടയിലൂടെ സാവധാനം നീങ്ങി. ഒരു പുഞ്ചിരി, ഒരു തലകുനിയൽ, ഒരു വ്യാജ പരിചയം. എല്ലാം അഭിനയമായിരുന്നു. അവൻ്റെ കണ്ണുകൾ മാത്രം സത്യമായിരുന്നു. അവ ഒറ്റ കാര്യം മാത്രം തിരഞ്ഞു. അത് എവിടെയാണ്? അവൻ ഒടുവിൽ ഒരു അടച്ച മുറിയുടെ മുന്നിൽ നിന്നു. സെക്യൂരിറ്റി കീപാഡ്. ഒരു നിമിഷം അവൻ്റെ വിരലുകൾ വേഗത്തിൽ നീങ്ങി. വാതിൽ തുറന്നു. അവൻ അകത്ത് കടന്നു. മുറി ശൂന്യമായിരുന്നു. മധ്യത്തിൽ ഒരു ടേബിൾ, അതിൻ്റെ മേൽ ഒരു ഫയൽ. അവൻ പതുക്കെ അതിലേക്ക് നടന്നു, ഹൃദയം പോലും ശബ്ദമുണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുന്നത് പോലെ. അവൻ ഫയൽ തുറന്നു. അവൻ്റെ കണ്ണുകൾ ഒറ്റ നിമിഷം വലുതായി. ഷിറ്റ്! അപ്പോഴേക്കും ഹേ യു, സ്റ്റോപ്പ് റൈറ്റ് ദെയർ! ഗാർഡുകളുടെ ശബ്ദം ആ മുറിയെ കീഴ്പ്പെടുത്തി. ഒരു നിമിഷം പോലും നഷ്ടമാകാതെ അവൻ പായുന്നു. കോറിഡോറുകൾ കടന്ന്, വളവുകൾ തിരിഞ്ഞ്, വാതിലുകൾ തുറന്ന്. പിന്നിൽ കാൽച്ചുവടുകൾ കൂടുന്നു. ക്യാച്ച് ഹിം! അവൻ്റെ ശ്വാസം കുത്തി നിറഞ്ഞു. എന്നാൽ അവൻ നിർത്തിയില്ല. ഒടുവിൽ ഒരു ബാൽക്കണി. തണുത്ത കാറ്റ് മുഖത്തെ തട്ടി. അവൻ അവിടെ നിൽക്കുന്നു, ഒരു വഴിയും ഇല്ലാത്തതുപോലെ. അപ്പോഴാണ് അവൻ അവളെ കണ്ടത്. ചന്ദ്രപ്രകാശത്തിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി. ചുമന്ന വസ്ത്രം, കാറ്റിൽ കളിക്കുന്ന മുടിയിഴകൾ. അവളുടെ കണ്ണുകൾ ശാന്തമായൊരു കടൽ പോലെ. ഒരു നിമിഷം സമയം നിൽക്കുന്നത് പോലെ. അവൻ ഒരു പക്ഷേ ജീവിതത്തിൽ ആദ്യമായി ഒരു മിഷൻ്റെ ഇടയിൽ തറഞ്ഞു നിന്നു. പക്ഷേ സെർച്ച് ദ ബാൽക്കണി. ഗാർഡുകളുടെ ശബ്ദം അടുത്തെത്തി. ഒരു നിമിഷം പോലും ആലോചിക്കാതെ അവൻ അവളുടെ അടുക്കലേക്ക് വന്നു. അവളെ അടുത്തേക്ക് വലിച്ചു. അവളുടെ ശ്വാസം അവൻ്റെ നെഞ്ചിൽ തട്ടി. ഒരു വാക്കുപോലും പറയരുത്, ഇല്ലെങ്കിൽ. അവൻ്റെ ശബ്ദം തണുത്തതായിരുന്നു, പക്ഷേ അവൾ പേടിച്ചില്ല. അവളുടെ കണ്ണുകൾ നേരെ അവൻ്റെ കണ്ണുകളിലേക്ക്. തെല്ലൊരു ഭയമില്ലാതെ, ഒരു അന്യനോട് പോലും അവൾ വിറച്ചില്ല. അവൻ ഒരു നിമിഷം അവളെ നോക്കി നിന്നു. ആരാ ഇവൾ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴേക്കും ഗാർഡുകളെത്തി. ഡിഡ് യു സീ സമ്മൺ കം ദിസ് വേ? ഒരു നിമിഷം അവളുടെ മറുപടി അവൻ്റെ ജീവിതം തീരുമാനിക്കും. അവൾ ചെറുതായി ചിരിച്ചു. ഇവിടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. ഒരു നിമിഷം നിശബ്ദത. പിന്നെ ഓൾ റൈറ്റ്, കീപ്പ് ആൻ ഐ. ഗാർഡുകൾ മാറി. നിശബ്ദത വീണ്ടും തിരിച്ചു വന്നു. അവൻ പതുക്കെ അവളെ വിട്ടു. ഇരുവരുടെയും ഇടയിൽ ഒരു വിചിത്രമായ ശാന്തത. താങ്ക്സ്, അവൻ പറഞ്ഞു. അവൻ തിരിഞ്ഞു പോകാൻ നിൽക്കുമ്പോൾ, നിന്റെ പേര്? അവൻ ചോദിച്ചു. അവൾ ചെറുതായി തല ചായ്ച്ചു. ഇനി നമ്മൾ തമ്മിൽ കാണില്ലല്ലോ, പിന്നെ പേരറിയുന്നതിൽ എന്തർത്ഥം? അവൻ ചെറുതായി ചിരിച്ചു. പക്ഷേ അവൻ്റെ കണ്ണുകളിൽ ആശ്ചര്യമുണ്ടായിരുന്നു. ശരി, പക്ഷേ വീണ്ടും കണ്ടാൽ? അവൻ അവളുടെ അടുത്തേക്ക് ഒരു ചുവട് കൂടി വന്നു. അപ്പോൾ നീ എന്നെ അറിയണം. അവളുടെ ഹൃദയം അല്പം വേഗത്തിലായി. പക്ഷേ അവളൊന്നും പറഞ്ഞില്ല. അവൻ വളരെ അടുത്ത്, അവളുടെ ശ്വാസം പോലും കേൾക്കാവുന്ന ദൂരം. ഇത് ഓർമ്മിക്കാൻ. അവൻ അവളുടെ അധരങ്ങളിൽ ഒരു ചെറു ചുംബനം നൽകി. അതൊരു നിമിഷം മാത്രം, പക്ഷേ അത് ലോകം നിശ്ചലമായ നിമിഷം പോലെ. അവളുടെ കണ്ണുകൾ അടഞ്ഞു. ഹൃദയം വേഗതയേറി. അടുത്ത നിമിഷം അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. അവൾ ഒറ്റയ്ക്കായി നിന്നു. കൈ പതുക്കെ അധരങ്ങളിലേക്ക് നീങ്ങി. അവൾ ചെറുതായി ചിരിച്ചു. ദൂരത്ത് സൈറൺ ശബ്ദം. ആകാശത്ത് നിലാവ്. നിലാവ് സാക്ഷിയായി. ഒരു രഹസ്യം, ഒരു ചുംബനം, ഒരു അപകടകരമായ തുടക്കം. ബാൽക്കണിയിൽ അവൾ മാത്രം. കൈ പതുക്കെ അധരങ്ങളിലേക്ക് നീങ്ങി. അവളുടെ കണ്ണുകൾ കുറച്ചു നേരം അടഞ്ഞു. അവളുടെ അധരങ്ങളിൽ ഒരു ചെറിയ ചിരി വിരിഞ്ഞു. ഒരു നിമിഷം നിശബ്ദത. പിന്നെ അവൾ പതുക്കെ കണ്ണുകൾ തുറന്നു. ആ ശാന്തത ഇപ്പോൾ മാറിയിരുന്നു. അവളുടെ കണ്ണുകളിൽ കണക്കുകൂട്ടൽ മാത്രം. അവളുടെ വിരൽ കാതിന് പിന്നിലേക്ക് നീങ്ങി. ഒരു ചെറിയ ഉപകരണം. ടാർഗറ്റ് ലൊക്കേറ്റഡ്. ഒരു ചെറിയ ഇടവേള. അവൾ ചിരിച്ചു. ഹീ ടുക്ക് ദ ബെയ്റ്റ്. അതേസമയം നഗരത്തിൻ്റെ ഇരുണ്ട ഭാഗത്ത് അവൻ ഒരു പഴയ കെട്ടിടത്തിൻ്റെ മേൽക്കൂരയിൽ നിന്നു. കാറ്റ് ശക്തമായി വീശുന്നു. അവൻ കയ്യിൽ പിടിച്ചിരുന്ന ഫയൽ വീണ്ടും തുറന്നു. അവൻ്റെ കണ്ണുകൾ ഒറ്റ നിമിഷം നിശ്ചലമായി. അകത്ത് ഒരു ഫോട്ടോ. അവൾ. അതിൻ്റെ താഴെ ബോൾഡായി എഴുതിയിരിക്കുന്നു, മിഷൻ ടാർഗറ്റ് വി. ഒരു നിമിഷം നിശബ്ദത. അവൻ്റെ കണ്ണുകളിൽ ആ ബാൽക്കണിയിലെ നിമിഷം വീണ്ടും തെളിഞ്ഞു.
അവളുടെ കണ്ണുകൾ, അവളുടെ ശ്വാസം, ആ ചുംബനം. അവൻ കണ്ണുകൾ അടച്ചു, പിന്നെ പതുക്കെ തുറന്നു. ആ കണ്ണുകളിൽ ഇനി സംശയമില്ല, ഒരു തീരുമാനം മാത്രം. അവൻ്റെ അതിരങ്ങളിൽ ഒരു ചെറുചിരി. അപ്പോൾ നമ്മൾ തമ്മിൽ ഒരാൾ ജീവിക്കാൻ മറ്റൊരാൾ മരിക്കണം. കാറ്റ് ശക്തമായി വീശി. അവൻ ഫയലടച്ചു, ആകാശത്തേക്ക് നോക്കി. ഗെയിം ഓൺ. ദൂരത്ത് സൈറൺ ശബ്ദം. നിലാവ് മേഘങ്ങൾക്ക് പിന്നിൽ മറഞ്ഞു. ഒരു ചുംബനം, ഒരു വഞ്ചന, ഒരു വേട്ടയുടെ തുടക്കം. സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.